എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്നങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പതുക്കെ എണീറ്റാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് അവധിയാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾക്കൊക്കെ അവധിയാണ് കേട്ടോ. നമ്മുടെ പുനലൂർ കഴിഞ്ഞാൽ പിന്നെ തെങ്കാശിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൊങ്കൽ നടക്കുന്നതുകൊണ്ടാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് പൊങ്കൽ. അപ്പോൾ അതേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. പിന്നെ ഞാൻ രാവിലത്തേക്ക് കടലക്കറിക്ക് കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് തോരൻ വെക്കാനാണേ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച മീനാണ്, അതെടുത്ത് ഫ്രീസറിൽ നിന്ന് അങ്ങ് വെള്ളത്തിൽ വെക്കാം. അതാണ് ആദ്യത്തെ പണി. ഞാൻ രാത്രിയൊക്കെ കഴുകി വെച്ചിട്ടാണ് കിടക്കുന്നത് പാത്രങ്ങളെ. പക്ഷെ ഇന്നലെ ഇന്ന് പഠിത്തം ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ പോയി. സാധാരണ അങ്ങനെയാണ്, നമുക്ക് തലേ ദിവസം വെള്ളിയാഴ്ച ദിവസങ്ങളിലും ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കാൻ പോകും കാറി. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങി എന്നിട്ട് പിള്ളേരെ ഉറക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കൊന്ന് ക്ഷീണം, അങ്ങനെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അതാ പാത്രം ഇങ്ങനെയാണ്. അപ്പോൾ കടല അങ്ങ് അടുപ്പിൽ വെച്ചിട്ട് പാത്രം കഴുകുകയാണെങ്കിൽ അതും വേവും, പാത്രവും കഴുകാൻ പറ്റും. ഇത് എനിക്ക് കയ്യോടെ മേടിക്കണം കേട്ടോ. എനിക്കിങ്ങനെ അരിയുമ്പോൾ അങ്ങ് ബുദ്ധിമുട്ടാണ്. എനിക്ക് കട്ടിങ് ബോർഡിൽ വെച്ച് അരിയുന്നതിനേക്കാളും എളുപ്പം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് അരിയുന്നത്. അപ്പം കയ്യോടെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. പക്ഷെ വാങ്ങണമെന്ന് എപ്പം വിചാരിച്ചാലും മറന്നു പോകും. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമ്മുടെ കടല വേവാൻ അങ്ങ് വെച്ചു കേട്ടോ. എന്നിട്ട് ഇതേ കുടിക്കാനുള്ള വെള്ളവും എടുത്ത് വെച്ചു. പണ്ടൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളം കുടിക്കാത്ത ഞാനാണ്. ഫ്രീസറിൽ നിന്ന് കട്ടിയായ ഐസ് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കുടിക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ ചൂടുവെള്ളമേ കുടിക്കും കേട്ടോ. എന്നിട്ട് വേഗം നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞങ്ങൾ രാത്രി ഒന്ന് കറങ്ങാൻ പോയി കേട്ടോ. എന്നിട്ട് കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ടാണ് വന്നത്. എന്നിട്ട് ഞാനും കിടന്നുറങ്ങി. സാധാരണ രാത്രി പാത്രം കഴുകി വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഇതേ പാത്രമൊക്കെ കഴുകി. അണ്ണേ എല്ലാവരും എഴുന്നേരേ, എണീറ്റ് വാ. ശബ്ദം കേട്ടാൽ എണീക്കുന്നത് എൻ്റെ മോനുകുട്ടനേ ഉള്ളൂ. എന്തുവായത് ബാ അണ്ണേ. ഇനി നെക്സ്റ്റ് ജോലി തൂക്കണം, കണ്ടോ? തൂക്കണം, തുടയ്ക്കണം. അണ്ണനും കൂടെ വന്നതിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി സെറ്റായിട്ടുണ്ട്. ഇനി തൂത്ത് തുടച്ച് വീട്ടിലെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അടുക്കളയിലോട്ട് വരാം. പിന്നെ ഇന്ന് ഞാനല്ല, ഇന്നലെ നമ്മൾ മീൻ വാങ്ങിച്ചതാണ് കേട്ടോ. മീൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞണ്ട് വൃത്തിയാക്കി വെച്ചേ കേട്ടോ. ഞണ്ടും മത്തി ഇത്രയുണ്ട്. അവിടെ ഇരിക്കട്ടെ, ഐസ് എടുത്ത് ഞാൻ ഇട്ടതാണ്. മോനുകുട്ടന് ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല മിക്ക ദിവസവും ഞാൻ വീട്ടിൽ ദോശ ഉണ്ടാക്കുന്നതേ. പിന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാൻ എളുപ്പവും ദോശ തന്നെയാണ്. അപ്പോൾ അതേ ദോശ മാവിൽ ഉപ്പിട്ട് കലക്കി പെട്ടെന്ന് 5-6 ദോശ ചുട്ടിങ്ങെടുത്തു. മോരുടെ വെപ്രാളത്തെ ഉടുപ്പൊക്കെ തിരിച്ചായിട്ടുണ്ട്. ഇത് അണ്ണൻ്റെ അമ്മ കൊണ്ടുവന്ന് ഏത്തക്കായ എടുത്തു വെച്ചില്ലെങ്കിൽ ആരും കഴിക്കത്തില്ല. എന്നാ ഞാൻ എടുത്തു വെച്ചത്. പൊന്നൂസ് ഉറക്കമാണ്. ഇങ്ങനെ ഞാൻ വിചാരിച്ച ഉറങ്ങട്ടെ. പൊന്നൂസ് താമസിച്ചെണീക്കുകയും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഉറക്കാനും പാടാ പൊന്നൂസ്. ഇങ്ങനെ തലയൊക്കെ തടവിത്തറങ്ങി ഒരുപാട് എണീറ്റാൽ നമുക്ക് ജോലി കൂടുതലേ ഉള്ളൂ. അതുകൊണ്ട് ഉറങ്ങട്ടെന്ന് ഞാൻ അണ്ണനടുത്ത് പറഞ്ഞു. അയ്യോ പൂമോട്ടന് ഒരെണ്ണം മതിയാ. അയ്യോ എൻ്റെ ദോശ മുഴുവൻ. കടലക്കറി ഒഴിച്ചു കൊടുക്കണം. പഴം വേണം ഇപ്പൊ. എല്ലാം കൂടെ തിന്നോ മക്കള്? വണ്ടി വെച്ചേക്കാം. എല്ലാവർക്കും അങ്ങോട്ട് മോനോട്ടിന് പനിയൊക്കെ മാറട്ടോ. എനിക്ക് ഈ വിമ്മിഷ്ടം അങ്ങോട്ട് മാറിയിട്ടില്ല. പിന്നെ അതല്ല സാധാരണ തുമ്മല്. ഞാൻ ഇന്നലെ രാത്രി മൊത്തം വായി വരുന്നേക്കെ പറയുമായിരുന്നു. കാരണം വെച്ചാൽ ആശുപത്രി വരാൻ ഭയങ്കര മടിയാണ്. എന്നിട്ട് ഓരോ ഡയലോഗ് അടിച്ചോണ്ടിരിക്കും. ഞാൻ ഇന്ന് പറഞ്ഞു ഇന്ന് എന്തായാലും നമുക്ക് ആശുപത്രി പോയേ പറ്റൂ. ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ 2 ആഴ്ചക്ക് മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് എന്താണ് ചുമ്മാതാണ്. അന്നേരം കഴിഞ്ഞെങ്ങാണ്ട് ഒരു പനി വന്നപ്പം അപ്പോഴെപ്പോടി മുത്തേ 2 ആഴ്ചക്ക് മുമ്പ് ടെസ്റ്റ് ചെയ്തതാ. അതാ മോനൂട്ട ഹോസ്പിറ്റലിൽ കിടന്ന വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അത് എത്ര നാളായിട്ട് ടെസ്റ്റ് ചെയ്തതല്ല. നമുക്ക് പനി വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഇത് തുമ്മൽ വരുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അധികം ഒന്നും കാണിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഇനി ചുമ്മാ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പൈസ വേണം, ഒരു കുഴപ്പമില്ല. ചുമ്മാ ഞാൻ ഗുളിക കഴിച്ചോണ്ടിരിക്കും രാത്രി. നമുക്ക് എന്തെങ്കിലും വന്നു പോയാൽ പോയതല്ലേ. ഞാൻ എന്തായാലും പോയത്. ഇപ്പൊ രാവിലെ ഇപ്പൊ പറയാം നാളെ പോകാം, വൈകിട്ട് പോകണം. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞോണ്ടേ. പഴം അങ്ങനെ വെക്കാതെ കഴിച്ചാ കഴിക്കണം.
അതുകൊണ്ട് പിന്നെ തിന്നോണം കേട്ടല്ലോ. വെറുതെ പഴം വേണമെന്ന് ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടേ ഫാൻ ഉണ്ടാക്കത്തില്ല. ഞാൻ പറഞ്ഞ നേരത്തില്ല. അതുപോലെ തൊണ്ട അടച്ചിരിക്കുന്നു. അമറണം. അമർന്ന് വേഗം തൂത്ത് തുടച്ചിങ്ങെടുത്തു കേട്ടോ. അണ്ണന് ചെറിയ തുമ്മലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുമല്ല മോനുകുട്ടനും ഈ അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് എന്നും ഞാൻ തുടയ്ക്കും കേട്ടോ. സാധാരണ നമുക്ക് അഴുക്കൊന്നും ഇല്ലെങ്കിൽ എന്നും തുടയ്ക്കേണ്ട ആവശ്യമില്ല, തൂത്താൽ മാത്രം മതി. എന്നാലും എനിക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നതുകൊണ്ടാണ് തുടയ്ക്കുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്കായാലും മോനുകുട്ടൻ്റെ ഈ അലർജി പ്രശ്നം ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മെയിൻ എന്നും തുടയ്ക്കുന്നത് കേട്ടോ. പിന്നെ ദേ മോനുകുട്ടന് 2-3 ദിവസമായിട്ട് തല ഭയങ്കര ചൊറിച്ചിൽ, താരൻ്റെ പ്രശ്നമുണ്ട്. എൻ്റെ തലയിലും നല്ലോണം താരനുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ ഒട്ടിയല്ലി കിടക്കുന്നത് എൻ്റെ തലങ്ങടി തന്നെയാണ് അവനും തല വയ്ക്കുന്നത്. അപ്പോൾ അവൻ്റെ തലയിൽ ഈ താരണം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പുരട്ടി മസാജ് ചെയ്ത് കൊടുത്തു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റും. അതുവരെ തലയിൽ നല്ലപോലെ എണ്ണ പിടിക്കണം. രാവിലെ ചോറ് വെക്കാൻ ഒരുങ്ങാഞ്ഞത് ഇത് കാരണമാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ഇന്ന് കൊല്ലം ജില്ലയ്ക്ക് അവധിയാണെന്ന് രാത്രിയാണ് അറിഞ്ഞത്. ഞാൻ മെനഞ്ഞാന്ന് റൈസ് കുക്കറിൽ ഇന്നത്തേക്കുള്ള ചോറങ്ങ് വെച്ച് കേട്ടോ. അപ്പോൾ പിന്നെ പുതിയ ചോറ് വെക്കണ്ടല്ലോ. കുക്കറിൽ ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് സെറ്റ്. ഇനി നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ മോനോട്ടാ? സമയം പോകില്ലയോ? സന്തോഷം. ഇത് മറ്റേത് ഞണ്ട് ക്ലീൻ ചെയ്തോണ്ടാ ഫ്രണ്ട്സ് ഞങ്ങൾ ക്ലീൻ ചെയ്താൽ എന്നാലും നമ്മൾ കഴുകി എടുക്കണ്ടേ നല്ലപോലെ. ചാള പൊടിച്ചാളയാട്ടോ. പൊടിച്ചാളയൊന്നും കടയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് തരത്തില്ല. പക്ഷെ നേരത്തെയൊക്കെ വലിയ ചാള ക്ലീൻ ചെയ്ത് തരുമായിരുന്നു. ഓക്കെ തല കളഞ്ഞേരല്ലയോ? ചിലവർ ഇന്നാളൊക്കെ ഞങ്ങള് മീൻ വറുത്തപ്പോ തല കളയത്തില്ല. ഒന്ന് തലയിലെ വേസ്റ്റ് ആന്ന് പറഞ്ഞാൽ പൂവാണ്. കഴിയും. വേസ്റ്റ് എന്ന് പറയുന്ന പൂ സംഭവം അതൊക്കെ എടുത്ത് കളഞ്ഞാണ്. ഇതിനെ പല്ലിയിലൊന്നുമല്ല. ശരിയാ. ഞാൻ പോയി ചായ കുടിക്കണമെങ്കിൽ തലയും കണ്ണതാണ്. 1/2 കിലോ വേവിച്ചുള്ളൂ കേട്ടോ, പൊരിക്കാൻ വേണ്ടിയിട്ട്. ഞണ്ട്. അപ്പം ഞാൻ പോട്ടെ എണ്ണ എല്ലാം സെറ്റാക്കട്ടെ. അണ്ണൻ മീൻ സെറ്റാക്കുമ്പോഴത്തേക്ക് ഇതേ ഞണ്ട് കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവാള, തക്കാളി, ഞാൻ ഇറച്ചിക്കറി വെക്കുമ്പോൾ നമ്മൾ 3-4 തക്കാളി എക്സ്ട്രാ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തു. അതും പച്ചമുളകും കൂടി മിക്സിയിൽ ഇങ്ങ് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ വേഗം കുനുകുനാ അരിഞ്ഞെടുത്തു സവാള. ഈ കുനുകുന അരിയുന്നത് പെട്ടെന്ന് ഈ വാടാൻ വേണ്ടിയിട്ടാണേ. നീളത്തിലും അരിയാം, പക്ഷെ ഞാനിങ്ങനെ കുനുകുനാന്നരിഞ്ഞെടുക്കും. കയ്യൊറ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ബോർഡിൽ വെച്ച് അരിയണം. എനിക്ക് ഈ കട്ടിംഗ് ബോർഡിൽ അധികം വെച്ച് അരിയുന്ന ഇഷ്ടമല്ല. കയ്യിലാവുമ്പോൾ എനിക്ക് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ അരിയാൻ പറ്റും കേട്ടോ. പറഞ്ഞു കൊണ്ടേ മോനൂട്ടാ. ചോദിച്ചോണ്ടിരുന്നല്ലയോ? എന്തിനാ പൊന്നു അങ്ങനെ ചോദിക്കാൻ? ചക്കടി വേവിയേ പോയി പല്ലേരി. ഞങ്ങളെല്ലാം ദോശയൊക്കെ തിന്ന് പോ പല്ലേച്ച്. അയ്യോ അമ്മായ പറഞ്ഞ വിളിക്കാൻ. അയ്യോ ആന്ന മോനൂട്ടാ കണ്ടോ? അപ്പൊ ക്രിമിനൽ മൈൻഡിൽ പോയി ഒരാളെ വിളിച്ചാ എങ്ങനെ അവളെ ദേഷ്യപ്പെടാതിരിക്കുന്നേ? പുതപ്പെടുത്ത് മുഖത്ത് വെച്ച് ശ്വാസം മുട്ടിച്ചെന്നു. അയ്യോ അങ്ങനെ ചെയ്യാവോ? ആ എന്തായാലും അങ്ങനെ ചെയ്യല്ലേ കേട്ടോ. ശ്വാസം മുട്ടും. ചെയ്യല്ലേ കേട്ടോ. മക്കള് പോയി കുളി പൊന്ന്, വേഗം കുളി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളെല്ലാം അരിഞ്ഞ് മറക്കിയത് സെറ്റായി. ഇനി ഒന്ന് കറി വെച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ തോരനും കൂടെ അങ്ങ് അരിയാന്ന് വിചാരിച്ചോട്ടെ. ക്യാബേജ് ഇന്നാൾക്ക് വാങ്ങിച്ചത് ഒരു വലിയ ക്യാബേജ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുമ്മണി എടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇടാം. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന സംസാരിക്കാൻ കഴിയാത്ത ഗർഭിണിയാണ്.
ആ ഈ ശബ്ദം വെളി വരുന്നില്ല. ഇത്ര വരും. മീൻ കൊടുത്തോ ഉണ്ടേ? മീൻ കൊടുത്തോ? നയിച്ചു കൊടുക്കട്ടെ. പാത്രം വേണ്ടേ? ഓ ശരി, ഇത് ഇതിനാട്ടോ. ഇതിന്റെ പേര് പൊന്നൂസ് മോനോട്ടാണ് ഈ പൂച്ചയുടെ പേരിട്ടേക്കുന്നത്. വൈറ്റ് നടി 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 നടി. മന്ദബുത്തിയാ. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അത് അതിൽ വെച്ച് തിന്നാനുള്ളതിന് തറയിട്ട് മണ്ണാക്കി തിന്നുന്നു. ബ്ലക്സി മോനോട്ടാ ആ ചൂര് കിടക്കുന്നിടത്ത് കിടക്കും. മോനോട്ടാ കിങ്ങിണിക്ക് മീൻ വെക്കുന്ന പാത്രം അങ്ങ് എടുത്തോണ്ട് കൂടെ. പൊന്നിച്ച് പൊളിച്ച് ഒരു ചുണ്ടിരിയായി. അയ്യോ, ഇതിലിടാൻ ഞാൻ കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണിച്ചല്ലോ. അത് ഞാൻ വേവിച്ച് വെച്ചു. ഇത് സെറ്റായി. ഓ ആ എൻ്റെ പൊന്നുമ്മ പോയിക്കോളി. ഇത് നോക്കി. അതെ, പൊന്നൂസിന് ഭയങ്കര ഇഷ്ടം. പൊന്നൂസും അണ്ണനും രണ്ടിൻ്റെ ആൾക്കാർ. ശ്യാമോന്നോ? ശ്യാമോന്നേ. ദേ തോരൻ സെറ്റായി. തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ചതച്ചങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ തോരനും സെറ്റ്. ഞണ്ട് കറിയുടെ അരപ്പും എല്ലാം നല്ല വാടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ടൗണിൽ ബാങ്ക് വരെ വന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി. എന്നിട്ട് അമ്മ ആ ഓട്ടോയിൽ തന്നെ തിരിച്ചും പോയി കേട്ടോ. അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ടെന്ന്. അപ്പോൾ ദേ ഞണ്ട് കറിയൊന്നും പണ്ട് എനിക്ക് വെക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. അണ്ണനാണ് എന്നെ പഠിപ്പിച്ചത്. അണ്ണൻ ഈ സൗദി അറേബ്യയിൽ നിന്നെല്ലാം അറിയാം. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തോടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഉണ്ട് കുളിച്ച് സുന്ദരനായി വന്നു. പക്ഷേ വിശക്കുന്നെന്ന് ഇപ്പോഴാ വിശക്കുന്നേന്ന്. നേരത്തെ ദോശ ഒന്നും വിശക്കുന്നില്ലായിരുന്നു. എന്തുവാ ഒരേത്തൊക്കെ എടുത്ത് തിന്നു കണ്ണാ. ഇപ്പൊ ആവും കറിയൊക്കെ. ഇപ്പൊ സെറ്റാവും കേട്ടോ. ആ അപ്പോഴത്തേക്ക് എന്റെ പൊന്നുമോ ഏത്തൊക്കെ എടുത്ത് ഇന്ന് മുട്ടേ. നമ്മുടെ കരളല്ലേ. അണ്ണന്റെ ജോലി തീർന്നേരം മോനോട്ട് ഉടനെ പറയാം എന്നാ എനിക്ക് ഉണ്ടാക്കി തരാം ചോക്കോ. അല്ല ഇത് അപ്പൊ അടുത്ത ജോലി പെട്ടെന്ന് അന്ന് എനിക്ക് നിക്കി മക്കളെ. അമ്മച്ചി ഇതൊന്ന് സെറ്റ് ആക്കി. അതിന് നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. വീട്ടിൽ ഇരിക്കുമ്പോ ഭയങ്കര വിശപ്പല്ലേ മോനൂട്ടാ? ഭയങ്കര വിശപ്പല്ലയോ? നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവന് ഫുഡ് വേണ്ട മതിയല്ലോ. അത് കഴിഞ്ഞ് പറയാം അമ്മ ഭയങ്കര വല്ലാത്ത വിശപ്പ്. മതിയോ? മതിയോടി? കുറേ കഴിക്കണം. എന്നാ എത്തോ കുറച്ച് സുന്ദരനായി. കറി നല്ല സെറ്റായിട്ടുണ്ട്. പക്ഷേ അണ്ണനോട് ചോദിച്ചപ്പോൾ അണ്ണൻ പറയാം കുറച്ചും കൂടി അങ്ങോട്ട് വറ്റട്ടെന്നേ. എന്നിട്ട് അവസാനം കറിയെന്ന് കിടന്ന് വിളിക്കുകയും ചെയ്യും. രാത്രത്തേക്ക് കറിയും കാണൂല. പിന്നെ ഞാൻ മോനുകുട്ടന് കുറച്ച് പപ്പടം അങ്ങോട്ട് വറുത്തെടുത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മോനുകുട്ടന് കുഞ്ഞു മീനുകൾ കഴിക്കൂലല്ലോ. അപ്പോൾ നമ്മൾ മത്തി വറുക്കാൻ പോകല്ലേ. അപ്പം നമുക്കെല്ലാവർക്കും മത്തി, മോനുകുട്ടന് പപ്പടം പൊരിച്ചത്. മോനുകുട്ടന് മാത്രമല്ല എല്ലാവർക്കും കൂടെ പൊരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കറികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ കറിവേപ്പിലയായിരിക്കും കേട്ടോ. എനിക്ക് ഈ കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ കറികളിലും ഞാൻ അങ്ങ് വാരി വിതറും. കണക്കൊന്നും നോക്കില്ല, അങ്ങ് വാരി വിതറും. വേണ്ടല്ല. അപ്പോൾ അതേ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് ഇത് എല്ലാം ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ നിരത്തി അങ്ങ് വെച്ചു. അമ്മയ്ക്ക് വേണ്ട, അമ്മ കറി എടുക്കണം. എത്ര നേരമായെന്നറിയാം പൊന്നൂസ് വെയിറ്റ് ചെയ്യുന്നു. രാവിലെ പൊന്നൂസ് ദോശ ഏത് വേണം? പൊന്നൂസ് ദോശ പോലും കഴിച്ചില്ല. ഞാൻ ഞണ്ട് കറി കൂട്ടി. ഞാൻ വൈകുന്നേരം എനിക്ക് ചോറ് വേണ്ട അമ്മ, കറി മാത്രം മതി. ഞാൻ രാത്രി വരാം, ആ കറി തീർത്തിരുന്നോളാം. ഒരിട്ടാ അമ്മയുടെ ചോറല്ലേ ഇത്? എന്നാ മക്കളുടെ ചോറ്. ചോറ് ഒത്തിരി ഉണ്ട്. അത് തിന്നുവോ മൊത്തം? അപ്പൊ ഗൈസ് ഞാൻ 2 പപ്പടവും ചോറും 2 കറിയുമാണ് എടുത്തിരിക്കുന്നത്.
പിന്നെ തോരൻ തോരൻ വേണ്ട. തോരന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങോട്ട് തിന്നോടാ ഞണ്ട്. തരാം അമ്മ. എന്നാ. ഓക്കെ, അപ്പൊ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ തോരൻ ചാള മുണ്ടൽ നിന്നാത്തോണ്ട് ഞാൻ പപ്പടം വെച്ചത്. ഞണ്ട് അധികം ഉണ്ടല്ലോ, ഇപ്പൊ എടുത്തോ. എങ്ങനെയുണ്ടെന്ന് പൊന്നൂസ് പറ. അതെന്റെ അമ്മ ഉണ്ടാക്കുന്നതെല്ലാം സൂപ്പർ. അയ്യോ എനിക്ക് വയ്യ. നമുക്ക് കൊള്ളത്തില്ലെങ്കിലും കുറ്റം പറയാത്ത രണ്ട് 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 ലക്സികളാണ്. എരിയൊന്നും ഇല്ലല്ലോ പൊന്നു. അടിപൊളിയിൽ മോനുട്ടാ. മോനുകൂടെ എന്നെ അത്ത പിച്ച് കിട്ടിയ അത്ത കടിച്ചു തരും കേട്ടോ, കടിച്ചു തരും. എന്താ പറയണം, ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് വെട്ടമില്ല, ക്ലാരിറ്റി ഇല്ല, ക്ലിയർ ഇല്ല. ഉള്ളതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. അണ്ണനെ ഞണ്ട് കാണുമ്പോ സൗദി അറേബ്യയിലെ ജീവിതമാ ഓർമ്മ. നീ പറയണ്ട, നശിപ്പിക്കണ്ട. ഈ ഡ്യൂട്ടി മാറി മാറി ഇടുമ്പോൾ ഒരു ദിവസം എനിക്ക് ജനതരയില് കടയില് കോഫി ഷോപ്പ് കേട്ടോ, ഡ്യൂട്ടി മാറി അവിടെ ഒരു തൊട്ടടുത്ത്, അതായത് തൊട്ടടുത്തെന്ന് വെച്ചാൽ തൊട്ട് അല്ല, ഒരു 50 മീറ്റർ അപ്പുറം ഒരു മലയാളി ഹോട്ടലുണ്ട്. ഒരു ഭയങ്കര കമ്പനിയാണ് അവിടെ. എല്ലാ വ്യാഴാഴ്ചയും ഞണ്ട് സ്പെഷ്യലാണ്. എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ വൈകിട്ടാവും, അസറിന്റെ സമയമാണ്. എന്റെ ഫോൺ വിളിയും പറയും ഇന്ന് ഞണ്ട് കറി വെക്കാൻ പോവാ. കറിയല്ല, ഇവിടെ വെച്ച കറി. ഞാൻ പോയിട്ട് വെക്കുന്നൊന്നുമില്ല. വെച്ച കറി എനിക്ക് മാറ്റി വെച്ചേക്കും. അതായത് ഒരു കറി പകരം 2 കറിയായിട്ട്, ഒരു കറിയുടെ പൈസ എടുക്കൂ, പക്ഷെ 2 കറി കാണും. പണ്ട് ആദ്യമായിട്ടൊക്കെ പോയിട്ട് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കും മോര് കറി എങ്ങനെ വയ്ക്കുന്നത്, ഇത് എങ്ങനെ 2 മണിക്കൂർ എടുക്കും ഈ സാധനം. എന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഫോൺ ഓണാക്കി വെച്ചിട്ട് സവാള അരിയും അപ്പം സംസാരവും നടക്കും, വീഡിയോ കോളിൽ കുക്കിങ്ങും നടക്കും. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയപ്പോഴൊന്നും അവിടെ സൗകര്യം ഇല്ലായിരുന്നു, അടുക്കളയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പുറത്തുനിന്നായിരുന്നു കൂടുതലാണ്. ഞാൻ പിന്നെ അസീസയിലോട്ടൊക്കെ മാറിയപ്പോഴാണ് റൂമൊക്കെ നല്ല സൗകര്യവും കൂടെ മറ്റേ ബാക്കി ഭാഗം ഇറച്ചി ഭാഗം തിന്നോ? കടിച്ചു കൂടണ്ട, ഇറച്ചി ഉണ്ട്. അതാ ഇറച്ചി. എൻ്റെ പ്രധാനപ്പെട്ട ആളോട് ചോദിക്കട്ടെ, എങ്ങനെ പൊന്നു? അടിപൊളിയാ, രസമാ, ഒരു നേരം പോക്ക. ഇങ്ങനെ ഇരിക്കെ അതായത് സമയം എടുത്ത് കഴിക്കണം. സമയം എടുത്ത് കഴിച്ചാലേ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. അതെ, അപ്പൊ നമ്മൾ ഇനി കഴിക്കട്ടെ. മുത്തുമണി കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ തരുന്നോണ്ട് അതെ വലിയ പാടില്ല. കാരണം എനിക്ക് ക്ലീൻ ചെയ്യാറില്ല. ആണ് ഭയങ്കര പാടാ, കൈ എനിക്ക് വേദന എടുക്കും. അങ്ങനെ ഇതേ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഫ്രണ്ട്സ്, ഞാനും മോനോടനും വലിയ ഇതില്ലാത്തതുകൊണ്ട് നേരത്തെ കഴിച്ചു. അത്തച്ചിയുമാണ് അതെൻ്റെ കൈ. നേരത്തെ അവസ്ഥയായിരുന്നു ഫ്രണ്ട്. എന്താ? അതെ, നേരത്തെ അവസ്ഥയാണോ ഈ ഡൈനിങ് ടേബിളിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? അത്തച്ചിയും മോളും ഇരിക്കുന്നു എഴുന്നേക്കുന്നില്ല. ഓ ആണോടി, എൻ്റെ കൈ ഞണ്ടാക്കിയപ്പോഴത്തേക്ക് തണ്ട മുറിഞ്ഞു എന്താ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓ എൻ്റെ ചക്കരയോ ബേബിയുടെ ഇനി വിശ്രമ വേളകൾ നമുക്ക് ആനന്ദകരമാണ്. ഭയങ്കര ചൂട് എന്തുവാണോ ഒന്ന് പുറത്തിറങ്ങണം. ഓക്കെ, നിങ്ങളുടെ എണ്ണയും അണ്ണനെ ഒരുമിച്ച് കിടക്കാൻ സമ്മതിക്കത്തില്ല. അതിനെടുത്തിട്ട് ഇടിക്കുവാണ്. നാണക്കേടാണോ? ഉറങ്ങ്, നല്ല ഉറങ്ങ്. നമ്മുടെ ജിഞ്ചുണി മണികളെ ട്യൂഷന് വിടാൻ വേണ്ടി പോവാണ്. മോനക്കുട്ട അതിന് മൂളും കേട്ടോ. മൂളെന്ന് വെച്ചാൽ അവൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ട്യൂഷന് പോയി പഠിക്കൂ. എന്ന് വെച്ചാൽ സ്കൂളിൽ ഇന്ന് പഠിപ്പിച്ച വിഷയമാണ് പോയി പഠിക്കുന്നത്. നമ്മൾ പറയും മക്കളെ ഇന്ന് സ്കൂളിൽ ക്ലാസ് ഇല്ലായിരുന്നല്ലോ, അപ്പം ഇന്നൊന്നും പഠിപ്പിച്ചില്ല, അപ്പോൾ പോകണ്ടെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമല്ലോ, TV കാർട്ടൂൺ കണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ പോകുന്നതല്ലേ നല്ലത്. ഞാൻ നല്ല ബാഗ് എടുത്തതിനെ കയറി വെച്ച് മൂളുക. അത് നമ്മൾ മെയിൻ ചെയ്യാറില്ല. പിന്നെ അതുമല്ല, നമ്മൾ ട്യൂഷൻ അതിന് മുമ്പ് പഠിപ്പിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. കേട്ടോണ്ടിരിക്കുക, അങ്ങനെയൊക്കെയല്ലേ.
അന്നേരം മേളത്തൊരു ചേച്ചി. പിന്നെ നമുക്ക് ഞാനിവിടെ പോകുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. പറയാം, വണ്ടി കയറിയിട്ട് പറയാം. പിന്നെ ഈ കണ്ണാടി മാറ്റണമെന്ന് കുറേ പേരിങ്ങനെ കമൻറ്റ് ചെയ്തു. പെട്ടെന്ന് പോയി കണ്ണാടി മാറ്റിയാലേ ഈ കണ്ണാടി വെറുതെ ആവും, ഈ ഫ്രെയിം. അപ്പോൾ അതുമല്ല, മാത്രവുമല്ല, പിന്നെ എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വെക്കും. ഇപ്പം ഈ ചെറിയ തലവേദന ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെക്കുന്നത്. അപ്പം മാറ്റാം കേട്ടോ. എന്തുവാ അവൻ വന്നോളും പക്ഷെ ഇഞ്ചിനെയും വന്നോളും. മാല എന്തേ പൊന്നു? ഈ പൊന്നൂസിന് മാല ഇടുന്ന ഇഷ്ടമല്ല. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വീട്ടിൽ വന്ന് പോരും. പോവാൻ ബാ അമ്മയുടെ ചക്കര നേരത്തെ വിളിക്കാൻ പറ്റും. എനിക്ക് അത്താൻ കാരം കൊണ്ട് പോട്ട്. ഇവിടെ എന്തുവാ ലുലുമാളിലൊക്കെ കിട്ടുന്ന രണ്ടായിട്ട് കിട്ടുന്ന ഒരു മുട്ടായി ഇല്ലേ അമ്മ? എന്തുവാ? ആ സ്നിക്കേഴ്സിന്റെ അകത്ത് ഉള്ള മറ്റേ ആ ജെല്ലി. അമ്മക്ക് മനസ്സിലായി. അത് ടാക്സി നമുക്ക് മേടിക്കാം. ബാ ഇപ്പൊ തൽക്കാലം നമുക്ക് ട്യൂഷന് പോകാം. അമ്മായി സഹായിക്കൂ, ഒരു ഗേറ്റ് അടയ്ക്കൂ. രാവിലെ ഞാൻ തൂത്തതാ, കരിയില പെട്ടെന്ന് പറക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇല പൊഴിയുന്ന സീസണാന്ന് തോന്നുന്നു. പൊന്നെ അതിങ്ങോട്ട് അടയ്ക്കും. പൊന്നെ ചേച്ചി ഉണ്ടമ്മ പറയണ്ട. ചേച്ചി ഇല്ലയോടാ? വന്നില്ലയോ? മോനക്കുട്ട സീനാണ്, അവിടെ കമന്നിരിക്കുവാണ്. പിന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറും കൊച്ചും പറഞ്ഞ് പഠിക്കാനൊന്നുമില്ല, ഇപ്പം ആനുവൽ ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് പോയാലേ അവൻ നാളെ കരയുമ്പോൾ വിളിച്ചുകൊണ്ട് കൊണ്ടുവരും. അപ്പം ഞാൻ അണ്ണനോട് പറഞ്ഞു കുറച്ച് നേരം നമുക്ക് ടൗണിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഇറങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ജിപ്സം പണിയുന്ന പുള്ളിക്കാരൻ പുള്ളി ചെയ്ത കുറേ വർക്കുകൾ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇന്നലെ പോകാൻ ഇരുന്നതാണ്. അന്നേരം അത് കുഞ്ഞുങ്ങളെ ട്യൂഷൻ വിട്ടിട്ട് അത് പോയി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, 5 മണി വരെ, ഇപ്പം 4:15 5 മണി വരെ ട്യൂഷൻ ക്ലാസ് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് അവരെയും വിളിച്ചുകൊണ്ട് തന്നെ പോയി കാണാം. ഇല്ലെങ്കിൽ നാളെ ഇതിൻ്റെ പേര് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി. എന്തോ എവിടെയോ മഴ പെയ്യുമെന്ന് തോന്നില്ലേ അണ്ണേ? ഉച്ചോട്ടേ മഴക്കോള്. പക്ഷെ രാവിലെ നല്ല വെയിലുമായിരുന്നു. ചൂടുണ്ട്. കണ്ട ചെളി കറുത്തിരിക്കുന്ന ഞാൻ. ഈ അണ്ണൻ പറയാ ഫ്രണ്ട്സ് എന്തോ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞേ അല്ല, ഞാൻ ഇല്ലാതെ സാധാരണ എന്തെങ്കിലും വക്ക് വിട്ട് കിട്ടിയത്. പേണവർ ആ കിട്ടിയതും നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ ശരിയാവും. പറയണ്ട. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാം. സമയം പോണ്ടേ ഫ്രണ്ട്സ്? 5 മണി വരെ. ഇപ്പൊ സമയം 4:30 ഞാൻ വിചാരിച്ചൊരു ചായ കുടിച്ച് വെച്ച് നേരം വണ്ടിക്കകത്ത് സംസാരിച്ചൊക്കെ ഒരു 5-5:15 ആകുമ്പോൾ ഇനി വിഷമിപ്പിക്കാം, വിളിച്ചോണ്ട് കാറിൽ പോവാം. എനിക്ക് തോന്നുന്നു കാറിൽ പോയി നമ്മൾ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ വീട്ടിലോട്ട് ആക്കിയിട്ട് കാണാൻ പോയാലോ? അവരവിടെ പൊടിയാട്ടോ. അല്ല അമ്മ എല്ലാം തൂത്ത് തുടച്ചെല്ലാം സെറ്റ് ആക്കി. വെളി മണ്ണ് എടുത്തിട്ടില്ല. ഇതൊക്കെ ഒളിച്ചാണ് അവര് ഇർഫാന്റെ ഒക്കെ കൂടെ കളിച്ചേനെ. നോക്കാം, നമുക്ക് ആലോചിക്കാം. ഒരു ചായ കുടിക്കട്ടെ, 5:15 ആവട്ടെ. അപ്പൊ ആലോചിക്കാം. ചായ എടുക്കുന്ന വേണ്ടല്ലോ, അണ്ണം പോയി വാങ്ങണം. ഞാനാണ് വാങ്ങുന്നത്. അവിടെ എന്നെ പഠിപ്പിക്കുക. എന്തോ പഠിക്കണം? ഞാൻ പറഞ്ഞ് ചായ എടുക്കുന്ന വീഡിയോ എടുക്കണം. ഞാൻ പറഞ്ഞ അണ്ണ അങ്ങോട്ട് പോകുമ്പോ ഫോൺ കൊണ്ട് പോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ മൊബൈലും കൊണ്ട് പോകുമ്പോഴേ അവന്മാരെ എടുക്കരുത്. ഏതൊക്കെ പൊരിപ്പുണ്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയാണ് വീഡിയോ എടുക്കുക. നീ വരുന്ന അവിടെ നിന്ന് ചായ കുടിക്കാം. അവിടെ സാധനം ഇല്ലല്ലോ. ഞാൻ മേടിച്ചോണ്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ചായ മേടിച്ചതിന് ശേഷം 2 കയ്യിൽ 2 ചായ ആയിപ്പോയി. അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. 2 ബോണ്ടയും 2 ഉഴുന്നുവടയും മേടിച്ചു. ഉഴുന്നുവടയും ഈ ഇവിടുത്തെ ഉഴുന്നുവട പൊന്നൂന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പൊന്നു എപ്പോഴും നമ്മള് വൈകുന്നേരം പുറത്തു പോകാൻ നേരം പറയും അത്ത ഇല്ല കടയിൽ പോവാം ഉഴുന്നുവട വാങ്ങാൻ. കാരണം ഇവിടുത്തെ നല്ല സോഫ്റ്റ് ഉഴുന്നുവട ഉണ്ടാക്കി എന്റെ പൊന്നെ. നമുക്ക് ബോണ്ട ഉഴുന്നുവട ഇന്ന് ഞണ്ട് കൊണ്ട് കീറി കണ്ട വെടിച്ചങ്ങ് കീറി.
ഇപ്പോൾ അവിടെ അവർ നീറ്റലുണ്ട്. അപ്പോൾ നമുക്ക് പൊന്നൂന് ഉഴുന്നുവടയും ചട്നിയും കിട്ടും. അവനും വെച്ചേരാണ് അങ്ങ് വെച്ചേരെ, നമുക്ക് പോകണ്ട തന്നെ. ചായ കുടിക്കാം. വൈകിട്ടൊരു ചായ കുടിക്കുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെയാ. വീട്ടിലിരുന്ന് ഉണ്ടാക്കി കുടിക്കാൻ ഒരു മടിയുവാ. ആ സത്യമാണ്. ആരെങ്കിലുമൊക്കെ ഇന്നാൾക്ക് ഷാദാന്റെ ചിന്നമ്മമാർ വന്നായിരുന്നു കല്യാണം വിളിക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ അണ്ണ ഓടിപ്പോയി പാല് വാങ്ങിച്ചോണ്ടെന്ന്. ആ പാൽ അനത്തേൻ്റെ ബാലൻസ് ഇരുന്നതാണ്. പിന്നെ മോനൂട്ടന് കോൺഫ്ലെക്സ് റെഡിയാക്കി കൊടുത്തായിരുന്നു മെനഞ്ഞാന്ന്. അത് കഴിഞ്ഞൊരു പാല് വാങ്ങിച്ച ഒരു വട്ടം പൊന്നു അതിൻ്റെ ഇന്നാണ് പാല്. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പാല് മേടിക്കും, അല്ലാതെ നമുക്ക് ചായ എന്ന് പറഞ്ഞ് ഞങ്ങൾ പാല് വാങ്ങത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്ന് വല്ലപ്പോഴും കുടിക്കുമ്പോൾ ഒരു രസവും സുഖമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അണ്ണൻ ഇവിടുത്തെ പോണ്ടേ. സത്യം പറഞ്ഞാൽ എനിക്ക് അവധി ദിവസങ്ങള് സത്യം പറഞ്ഞ മുക്കിലും മൂലയിലും കടയാ, മുക്കിലും മൂലയെല്ലാം കടയാണ്. പിന്നെ നമുക്ക് ഞങ്ങള് പണ്ട് ഈ പൊന്നൂസ് മോനൂട്ടൻ ഈ സ്കൂളിൽ ചേർക്കുന്ന ആ ഒരു ടൈം വരെ ഞങ്ങൾ എല്ലാ ദിവസവും കറക്കുമായിരുന്നു. ഇല്ലേ അണ്ണേ? ഈ അണ്ണൻ നമുക്ക് വെയ്യെങ്കിലും എന്നെ കാറിലെടുത്തിട്ടുണ്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പം സ്കൂള് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങോട്ട് പോയല്ലേ പറ്റും. അവർക്ക് വെക്കേഷൻ വരുന്ന സമയത്താണ് നമുക്ക് എവിടെയെങ്കിലും പോവേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെയൊക്കെ ഒരു ദിവസം ഇടയിൽ കിട്ടുമ്പോൾ എന്തോ ഒരു ബോറ് ദിവസങ്ങളാണ്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു രസമാണ്. ചായ കുടിക്കുമ്പോൾ പ്ലീസ്. എന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ വിളിക്കാം. വേണ്ട കണ്ടോ, കറക്റ്റ് കണ്ട ചിരി കണ്ടോ? കണ്ടോ ഓനിട്ടൻ്റെ ചിരിയൊക്കെ. എന്നാലും അങ്ങോട്ട് എന്തോ 10-15 മിനിറ്റ് ലേറ്റ് ആയതിൻ്റെ ആയിരിക്കും. ഇങ്ങോട്ട് പൊന്നു കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്നില്ലേ? ആര് പറഞ്ഞില്ലെന്ന്? നീ സമയം നോക്കിയോ? എത്ര മണിയായി ഇപ്പം? പറഞ്ഞ് വരുമ്പോഴേ അണ്ണനെ ഇവിടെ അവൻ സമയം ഇനി 1 മണിക്കൂർ കഴിഞ്ഞാണ് ട്യൂഷൻ വിടുന്നത്. അവിടുത്തെ ഉഴുന്നുവടയാ. കഴിച്ചോ. ഞാനും കണ്ടിട്ടില്ല. അത്ത ഇന്നാള് വന്നപ്പോ കണ്ടതാന്ന്. നമ്മുടെ മേളത്തെ നിലയിലെ റൂമിലെ ബാത്റൂമില് പൂച്ചക്കുട്ടി പ്രസവിച്ച് കിടക്കുന്ന ഫ്രണ്ട്സ്. അല്ല പൂച്ചക്കുട്ടിയല്ല, പൂച്ച പ്രസവിച്ച് കുട്ടിയായിട്ട് കിടക്കുന്നേ. അവൻ ഞാൻ പറഞ്ഞ അണ്ണേ നമ്മൾ പോകുന്ന വഴി ഇങ്ങോട്ട് കയറാം, അടുക്കള വഴി ഞാൻ കയറാം. താക്കോലുണ്ടോ? തുറക്കൂ. ആ തള്ളയുടെ കളറല്ലേ കറുപ്പ് അല്ലേ? പിന്നെ അണ്ണൻ പറഞ്ഞ് കരിമ്പൂച്ച പ്രസവിച്ച നല്ലതെന്ന് മാമി പറഞ്ഞെന്ന്. കരിമ്പൂച്ച കുഞ്ഞുങ്ങൾ കറുത്തല്ലയോ? അപ്പം അതിൻ്റെ അച്ഛൻ കറുത്തതായിരിക്കാം. അതുകൊണ്ട് ഈ ഡാഡിയെ പോലെയായി. പൊന്നൂസും മോനോട്ടനും ഭയങ്കര ആഗ്രഹത്തിൽ ഓടി വന്നു, ഇങ്ങനെയായി. അപ്പോൾ ബാ കയറാം. അങ്ങനെ നീ നമ്മൾ അകത്തേക്ക് കയറുന്നു. പെട്ടെന്ന് തുറന്നേ. നല്ല ഭംഗിയല്ലേ? അത് കാടാ. ഇതിന്റെ പേരെന്തുവാണേ പണ്ട് നമ്മൾ പറയുന്നേ? കമ്മ്യൂണിസ്റ്റ് വെച്ചാ. ആ കേറി നീ മോനുണ്ട മനസ്സ്. നല്ല ഇരുട്ട്. പിന്നെ ഇരുട്ടില്ലാതെ അയ്യോ കയറിക്കോ. മോനുകുട്ടനെ ഞാൻ മിണ്ടത്തില്ല ഫ്രണ്ട്സ്. അവൻ നമ്മുടെ താമസം അത് എതിർത്ത് സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല കേട്ടോ. പാടുന്നതുകൊണ്ട് തന്നെ വരും. എവിടെ അണ്ണേ? അയ്യോ എവിടെ? അയ്യോ ഇവിടെ ആയിരുന്നെന്ന് ഫ്രണ്ട്സ്. ആളില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അന്ന് അണ്ണൻ വന്നപ്പം അത് പേടിച്ചോടി. അയ്യോ കുട്ടിയെ എടുത്തോണ്ട് എന്നാലും പോയി കളഞ്ഞല്ലേ. എത്ര കുട്ടി ഉണ്ടായിരുന്നു അണ്ണേ? 3 നോക്കണ്ണേ വേറെ ഏതെങ്കിലും റൂമിൽ ഉണ്ടോന്ന്. ഇവിടെ ഇല്ല. താഴത്തെ റൂമിൽ വല്ലതും പോയി നോക്ക്. ഷെടാ ഇതാണ് വീട്. അണ്ണൻ അവിടെ നിന്ന് ഈ സാധനങ്ങൾ എടുത്ത കടയും അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ വീട്ടിനകത്തേക്കൊക്കെ കയറി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീടാണ് കേട്ടോ. നമുക്ക് നമ്മൾ വീട് വെക്കുന്നത് കൊണ്ട് വീടിൻ്റെ ചില കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം ഞാൻ ഇച്ചിരി പഠിച്ച് വരുന്നു.
ഇത് കിച്ചൺ. ഞാൻ നോക്കട്ടെ എണ്ണ. ഇതെന്താ ഇടിച്ച് കളഞ്ഞേക്കുന്നേ? ആ, ഈ അടുക്കളയിൽ ഇടത്തില്ല കേട്ടോണ്ണേ. ഞാൻ ഈ അടുക്കളയിലും അണ്ണനോട് ഇടണമെന്ന് പറഞ്ഞു. അപ്പം അണ്ണൻ പറഞ്ഞത് വേണ്ടെന്ന്. എത്ര നേരം ഞാൻ അത്രയും നേരം സംസാരിക്കും തോറും ഈ അണ്ണനും നിന്നങ്ങ് സംസാരിക്കാം ഓരോ കാര്യം. ഈ അണ്ണന് വന്നുകൂടെ 7 മണിയായി. ആ എറി. എന്താടാ കല്ല് കാണുന്നില്ല? മോനൂട്ടന് ഇവിടുന്ന് വല്ലതും വേണോ? ഇവിടുന്ന് വല്ലതും വേണോ മോനൂട്ടാ? മോനോട്ട് സോറിയൊക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞു സുന്ദരൻ. ഇവിടുന്ന് വല്ലതും വേണോ? ബാ ചെരുപ്പിട്ടോണ്ട് വാ. എനിക്ക് വയ്യമാ ഇങ്ങോട്ട്. വീട്ടിലെപ്പോഴും പൊടിയേരി കാണും കേട്ടോ. സത്യം പറഞ്ഞാൽ മോനൂട്ടനും പൊന്നൂസിനും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം പൊടിയേരിയാണ്. കുറച്ച് ചെറുപയറോട് ഇട്ട് കഞ്ഞി വെച്ചാൽ ഞങ്ങൾക്ക് അത് മതി കേട്ടോ. അപ്പം ഇനി രാത്രിത്തേക്ക് ഞണ്ട് കറിയൊന്നും ഇല്ല. അത്തച്ചിയും മക്കളും തീർത്ത്. അപ്പം മക്കളും എന്ന് പറയാൻ പറ്റില്ല, പൊന്നും. അപ്പോൾ പൊടിയേരി അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലിട്ട മാങ്ങാച്ചാറ് കിട്ടും കേട്ടോ. അത് നോക്കി, പക്ഷേ അതില്ലായിരുന്നു. വീട്ടിലിട്ട നാരങ്ങ അച്ചാർ 3 എണ്ണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം നാരങ്ങ അച്ചാർ എനിക്കും പൊന്നൂസിനും ഇഷ്ടമല്ല. ഞങ്ങൾ 2 പേരുമാണ് അച്ചാറിൻ്റെ ആൾക്കാർ. അങ്ങനെ പിന്നെ പൊടിയേരി വാങ്ങിച്ചു. പിന്നെ ഹോം മെയ്ഡ് ചമ്മന്തിപ്പൊടി ഇരിക്കുന്നുണ്ട്, ഒരു വീട്ടിലുണ്ടാക്കുന്ന കേട്ടോ. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ കായം എന്തൊക്കെയോ വാങ്ങിച്ചു, ഞാൻ മറന്നുപോയി. പിന്നെ ദേ വീട്ടിൽ വന്ന് പെട്ടെന്ന് കുറച്ച് പൊടിയേരിയും അതുപോലെ നമ്മുടെ ചെറുപയറും കൂടെ കഴുകി അങ്ങ് കുക്കറിൽ വെച്ച് 3-4 വിസിലടിച്ചപ്പോൾ കഞ്ഞി റെഡി. പിന്നെ വറ്റൽമുളകും സവാളയും കുറച്ച് പുളിയും കൂടി ഇട്ട് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഉപ്പ് കൂടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സിയിൽ ഒരു കറക്കുമ്പോഴത്തേക്കും ദേ നമ്മുടെ മുളക് ഉടച്ചത് റെഡി. പക്ഷെ ഞാൻ അതിനകത്ത് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് കേട്ടോ. ഈ ചീനിയുടെ കൂടെയാണ് തേങ്ങ ഇടാതുള്ള ചമ്മന്തി നല്ലത്. തേങ്ങ ഇട്ടിട്ടാണ് നമുക്ക് കഞ്ഞിയുടെയൊക്കെ കൂടെ കുടിക്കാൻ നല്ലത്. അതുകൊണ്ട് ദേ ഒരു തേങ്ങ ചമ്മന്തിയാക്കി എടുത്തു. അപ്പം ദേ കഞ്ഞി റെഡിയായി ഫ്രണ്ട്സ്. പൊന്നോ വാ വാ ഓടി വാ. കഞ്ഞി നിറച്ചും കഞ്ഞിയുണ്ട്, നിറച്ചും കുടിക്കണം. ഉപ്പുണ്ടോന്ന് നോക്കേ. മതി, മിക്സ് ചെയ്താൽ മതി. പപ്പടം ആദ്യം വെക്കണോ അതോ അതോടെ കൊണ്ടുവരണോ? പപ്പടം ഉണ്ട്, ചമ്മന്തി ഉണ്ട് കേട്ടോ. ചമ്മന്തി വേണോ? ചമ്മന്തി വെക്കട്ടെ? ഞണ്ട് പിന്നെ പാത്രത്തിൽ തരാം. എന്നാ കഞ്ഞിയുടെ കൂടെ അല്ലെങ്കിൽ ഞണ്ട് കൊണ്ടുവരും. അമ്മ തരാം പാത്രത്തിൽ. എണ്ണേ വാ, ഇച്ചിരി അടി പിടിച്ചു പോയി കേട്ടോ. ഓ അമ്മ നോക്കട്ടെ. കണ്ടോ ഒരിടത്ത് ഇരുന്ന് കഞ്ഞി കൂടിയേ. ആ ഞണ്ട് കൊണ്ടുവരാം, വെയിറ്റ് ചെയ്യും. ഇരുന്ന് കാണും, ഇരുന്ന് കാണും. ഡൈനിങ് ടേബിളിലെ മണ്ടയിലിരിക്കുന്നത് സാധാരണ അത്ര ഇഷ്ടമല്ല. അണ്ണ എപ്പോഴും പറയാം നമുക്ക് തറയിലിരിക്കാമെന്ന്. അതാകുമ്പോൾ ഇങ്ങനെ എന്ത് വേണമെങ്കിലും എടുത്തിങ്ങനെ കഴിക്കാം, ഒരു സ്വാതന്ത്ര്യമാണ്. അങ്ങനെ ദേ പൊന്നൂസും മോനൂട്ടനും ഈ ഫുഡ് കഴിക്കുന്നവരെ ഏതെങ്കിലും സിനിമ ഇടും കേട്ടോ. അത് കഴിഞ്ഞ് അവർക്ക് കാർട്ടൂൺ ഇട്ട് കൊടുക്കണം, കാരണം നമ്മളും കാണുന്നതാണല്ലോ. അങ്ങനെ ദേ ഒരു സിനിമയൊക്കെ ഇട്ട് നമ്മുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് മോഹൻലാലിൻ്റെ ഫിലിമും അതും ഇട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഞ്ഞി. പിന്നെ ഉച്ചത്തെ നമ്മുടെ ക്യാബേജും ചെറുപയറോടും ഇട്ട് തോരൻ ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി, ഉച്ചത്തെ ചാള മത്തി പൊരിച്ചത് അതും ഉണ്ടായിരുന്നു. മോനൂട്ടനും പപ്പടം പൊരിച്ചതും എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് കഞ്ഞി കുടിച്ചു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം കുറേ വർത്തമാനങ്ങൾ പറയാം കേട്ടോ. അണ്ണൻ പുറത്ത് പോയിട്ട് വരുമ്പോഴും അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും പൊന്നുസും മോണ്ടനും സ്കൂളിലെ വിശേഷങ്ങളായാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും കേട്ടോ. നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് മുത്തുമണി. അപ്പോൾ ദേ വേഗം വേഗം. ഓഹോ നിൽക്ക് ഒരുമിച്ച് 2, 3 സ്റ്റാർട്ട്. അടിപൊളി അടിപൊളി. ഒന്നൂടെ ഒന്നൂടെ. മറക്കാതെ എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരുപാട് നാളെ തൊട്ട് തിരക്കുകളാണ്. അണ്ണൻ തിരക്ക്, പൊന്നു സുമോനുണ്ടനും തിരക്ക്, ഞാൻ കുറച്ച് തിരക്ക്. അതെ വൈൻഡ് മൊത്തം അവിടെ പറയും.